ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്വിസി അമ്മി ടീൽസ്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള സൂപ്പർ റെസിപ്പിയാണ്. റെഡ് ചില്ലി ചിക്കൻ പാസ്തയാണ്. നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. ഇതിൽ ഉണ്ടാക്കാൻ കുറച്ച് ടൈമൊന്നും എടുക്കുമെങ്കിലും ഇങ്ങനെ പാസ്ത ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മസാല വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഇത് സ്വീറ്റ് റെസിപ്പി ഒന്നുമല്ല, കുറച്ച് സ്പൈസി റെസിപ്പിയാണ്. ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ഉണക്കമുളക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇവിടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പീസായിട്ട് മുറിച്ചിടുക, ഒരു 15 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 15 ഉള്ളി. ഇത്ര ഇട്ട ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുതിർത്തിയ ഉണക്കമുളകും 2 ടേബിൾ സ്പൂൺ ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ഇനി ആവശ്യമുണ്ടത്. ഇനി ഇതിലേക്ക് ഞാനൊരു 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്ത് വയ്ക്കുക. ചെറിയ ചെറിയ പീസാക്കിയത് മതി. ഇതിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എനിക്കിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ മതിയായിരുന്നു. നല്ലപോലെ തേച്ച ശേഷം ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. പാസ്ത തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ച ശേഷം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ പെന്നെ പാസ്ത 250 ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ഗ്രാം ഇട്ട് കൊടുത്ത ശേഷം അതൊരു 10 മിനിറ്റ് മതി ഇത് നമുക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും പകുതി വേവായിട്ടുണ്ടാവും. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കണം. ഏകദേശം പകുതി വേവാകുമ്പോൾ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ മാത്രം ഇതിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക. വേറെ ഏത് എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. ചിക്കൻ നല്ലൊരു ഒരുപാട് ഹാർഡാക്കി ഫ്രൈ ചെയ്യേണ്ട, ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങ് ഹാർഡായിരിക്കില്ല. ഇതിൻ്റെ ആ പേസ്റ്റിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. ചിക്കൻ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതും നമുക്കെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് വാടി കിട്ടണം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. സവാള നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി പേസ്റ്റ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ഒരു 1 to 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് പച്ചക്കറിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്തിരി കൂടുതലിരുന്നാലും ടേസ്റ്റ് ആയിരിക്കും പാസ്ത. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ചിക്കനും ഇട്ട് 2 മിനിറ്റ് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിവിടെ മാറ്റി വയ്ക്കണം. പച്ചക്കറി ഇതിലുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്യാം. ഒരുപാട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതിനുശേഷം നമുക്കിതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സോസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 1 to 2 കപ്പോളം പാലൊഴിച്ചു കൊടുക്കുക. സാധാ പാലാണ്. അപ്പോൾ നമുക്ക് സോസിൻ്റെ അളവിനനുസരിച്ച് പാല് കൂടുതലോ കുറവോ ഒഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ പൊടികളൊന്നും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഓപ്ഷണലായിട്ട് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് അത് ചേർത്ത് കൊടുത്തത്. അത് നിർബന്ധമില്ല. അത് ചേർത്ത് കൊടുത്താൽ സോസ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളെടുക്കുന്ന പാസ്തയ്ക്ക് അനുസരിച്ച് സോസിൻ്റെ അളവ് കൂടുതലോ കുറച്ചോ എടുക്കാം. അപ്പോൾ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തോ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒറിഗാനോ മിക്സഡ് ഹെർബ്സ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സ്പൈസിയാണ്, പിന്നെ ടേസ്റ്റ് ഒരു നാടൻ ടേസ്റ്റും കൂടെ ആയതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഇനി നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സോസിലിട്ടിട്ട്.
പാസ്ത നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പച്ചക്കറികളും ഒന്നിച്ച് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്നിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ആ ചൂടിൽ തന്നെ കിടന്നൊന്ന് വേവിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലയാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല ചേർത്ത് നമുക്ക് പാസ്ത ഉണ്ടാക്കി കഴിയുമ്പോൾ ചിക്കനും അതിലുള്ള പച്ചക്കറികൾക്കും ഒരേ ടേസ്റ്റ്. ആ മസാലയുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴെന്ന് പറയുമ്പോൾ പാസ്ത നല്ല സ്പൈസി ആയിരിക്കും. അത് മാത്രമല്ല നല്ല സോഫ്റ്റാണ്. സാധാരണ പെണ്ണെ പാസ്ത ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആവാറില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും. പാസ്ത റെഡി ആയി കഴിഞ്ഞാൽ മാക്സിമം ചൂടോട് കൂടി തന്നെ അത് കഴിക്കുക. കാരണം ചൂടോട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്